ഹലോ, എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ പലപ്പോഴും എന്നെ വന്ന് കാണാറുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എന്നെ വന്ന് കാണും, ഒരുപാട് നേരം സംസാരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു റിലീഫ് കിട്ടി കഴിയുമ്പോൾ പോവാറുമുണ്ട്. പക്ഷെ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു, സജീവ് സാറിൻ്റെ അടുത്ത് വരുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ പോകാറുണ്ട്. ആ ഫ്രണ്ടിന്റെ അടുത്ത് പോയി കഴിയുമ്പോൾ അവന്റെ അടുത്ത് ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ വളരെ സങ്കടപ്പെട്ടിട്ടായിരിക്കും അവന്റെ അടുത്തേക്ക് എത്തുക. അപ്പൊ അവനും ഭയങ്കര സങ്കടപ്പെട്ടിരിക്കണ, അല്ലെങ്കിൽ ഞാൻ വലിയ സന്തോഷത്തിൽ അവന്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സന്തോഷത്തോടെ ഇരിക്കണ. എന്റെ തന്നെ ബോഡി ലാംഗ്വേജിൽ ആള് സംസാരിക്കുന്നു. ഞാൻ എന്തൊക്കെയാണോ കാണിക്കുന്നത് അതൊക്കെ തന്നെ ആള് കാണിക്കുന്നു. അപ്പോൾ അപ്പോഴാണ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലെ ഓരോ കഴിവുകളും ഒക്കെ വെച്ചിട്ട് ഇന്നത്തെ ഒരു പ്രത്യേകമായ ഒരു കാര്യം എന്ന് വെച്ചാൽ മിററിംഗ് എന്ന സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. മിററിംഗ് എന്താണ്? മിററിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പൊ ഇന്ന് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ശരിക്കും ഇത്തിരി ടെൻസ്ഡ് ആയിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു ബിസിനസ് അവസ്ഥയിലൊക്കെ കുറച്ച് ടെൻഷനിലൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത്, ഞാനിങ്ങനെ ടെൻഷനിലിരിക്കുന്ന സമയത്ത് ആളെന്റെ മുമ്പിലേക്ക് വന്നു. ആള് വന്ന് സംസാരിച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്റെ പ്രശ്നം ഇല്ലാണ്ടായ മാതിരി മാറി. പക്ഷെ സംഭവിച്ചു വെച്ചാൽ ആള് വാതിൽ തുറന്ന് വരുമ്പോ ആളും ഒരു ഭയങ്കര ടെൻഷൻ പോലെ ഞാൻ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു, ആള് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കര, ഞാനിങ്ങനെ കൈയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ആളും വന്നിട്ട് എന്താണ് സജീസ്, എന്താണ് പറയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഹാപ്പി ആയി. ഞാനത് മറന്നുപോയി. അപ്പൊ ഇവിടെയാണ് മിററിംഗ് എന്ന ആ ഒരു ടെക്നോളജി, അല്ലെങ്കിൽ എന്താ പറയാ, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ. എന്താണ് മിററിംഗ്? ഇപ്പൊ നമുക്ക് ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയില്ലേ, ഈ ബുക്ക് വായിച്ചറിയാൻ പറ്റും. ഹിറ്റ്ലർ ആത്മകഥയാണ്. ഹിറ്റ്ലർ എന്തായിരുന്നു? ജർമ്മനി 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിന് ശേഷം വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് അവിടെ പട്ടിണി ഉണ്ടായിരുന്നു, പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകളെല്ലാവരും വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. പക്ഷെ ആ സമയത്താണ് ഈ ഒരു ചെറിയ മനുഷ്യൻ അവരുടെ ഇടയിലേക്ക് വന്ന് അവരുടെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ തുടങ്ങി, അവരുടെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാൻ തുടങ്ങി, അവരുടെ പട്ടിണിയെ പറ്റി സംസാരിക്കാൻ, അവിടെ ജോലി ഇല്ലാത്തതിനെ പറ്റി അവിടുത്തെ ബുദ്ധിമുട്ടുകളെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അവരിൽ ഒരാളായി മാറി. അവിടെയും ശരിക്കും എന്താ നടന്നത്? ഒരു മിററിംഗ് ആണ്. അതായത് അവരെ പോലെ ആയി കഴിഞ്ഞപ്പോ, അവരിൽ ഒരാളായി മാറി കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുപിടിക്കില്ലേ, ജൂതന്മാരെ കൊന്നെടുക്കുന്ന അവസ്ഥയിൽ ജർമ്മൻ ജനതയിലേക്ക് മാറ്റിമറിച്ചത്. ഇന്നലെ ഞാൻ പറഞ്ഞൊരു ബ്രെയിൻ വാഷിംഗ് ഉണ്ട്. ബ്രെയിൻ വാഷിങ്ങിനോടൊപ്പം മിററിംഗ് നടന്നു. മിററിംഗ് അതിന്റെ ഒരു പോസിറ്റീവ് സൈഡാണ് അല്ലെ. നമ്മൾ മിററിംഗ് നമ്മുടെ ജീവിതത്തിൽ എടുക്കാം. നമ്മൾ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ അവരിപ്പോ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, അവിടെ വന്നിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവരെടുത്ത് ഒച്ചപ്പാടുണ്ടാക്കാണോ ചെയ്യുക? അവരുടെ ബോഡി ലാംഗ്വേജിൽ അവരെന്താണോ സങ്കടപ്പെട്ടിരിക്കണമെങ്കിൽ സങ്കടപ്പെട്ടിരുന്നിട്ട് എന്താണ് പറയൂ, ആ ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് എന്ത് പറ്റും? അവർ റിലീഫായിരിക്കും. അവർ നമ്മൾ ചാടി തല്ലി പിടിക്കാൻ വരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും കുട്ടികൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുക. പക്ഷെ അവരുടെ മുമ്പിൽ നമ്മൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ അവരെന്താണോ കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണോ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവർ ദേഷ്യപ്പെട്ടാണ് ഇരിക്കണമെങ്കിൽ, അവർ ദേഷ്യത്തോടെയാണ് സംസാരിക്കണമെങ്കിൽ നമ്മളും ആ ദേഷ്യത്തോടെ ഇരിക്കുന്ന പോലെ തോന്നുക. അല്ലെങ്കിൽ അവർ ഭയങ്കര സങ്കടപ്പെട്ടാണ് ഇരിക്കണമെങ്കിൽ സങ്കടപ്പെട്ട പോലെ തന്നെ ഇരിക്കാൻ പറ്റും അല്ലെ. അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെയും അവരുടെ ബുദ്ധിമുട്ടുകളെയും അവരുടെ ഓരോ ചലനങ്ങൾ പോലും വാച്ച് ചെയ്തിട്ട് നമ്മളെന്താ മിററിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കണ്ണാടി കാണാറുണ്ടല്ലേ. നമ്മൾ കണ്ണാടി നോക്കുക. എന്തിനാ കണ്ണാടി നോക്കുക? നമ്മൾ സുന്ദരനായിട്ടുണ്ടോ, ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ടോ നോക്കാനല്ലേ. നമ്മൾ ഏറ്റവും സുന്ദരനാണെന്ന് നമ്മളെ പറ്റി കാണുമ്പോഴാണ് ഏറ്റവും സന്തോഷം തോന്നുന്നത്. അപ്പോ നമ്മൾ കണ്ണാടി ഇല്ലാണ്ട് നമ്മുടെ മുമ്പിൽ മിറർ പോലെ ഒരാൾ വന്നിരിക്കുമ്പോ അയാളെ നമ്മൾ ഇഷ്ടപ്പെടൂലേ? ചിലര് പറഞ്ഞ കേട്ടിട്ടില്ലേ, ഇപ്പൊ അവനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അവന്റെ കൂട്ടത്തിലൊന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഇത് സന്തോഷമാണെന്നറിയോ? അവിടെയാണ് ആള് മിററിംഗ് ഉപയോഗിക്കുന്നത്. ആൾക്കറിയാം എങ്ങനെയാണ് മറ്റുള്ളവരായിട്ട് ഡീൽ ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ വിജയത്തിലും നമ്മൾ തുടക്കത്തിൽ ആദ്യത്തെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ജീവിത വിജയത്തിൽ ഒരുപാട് അനിവാര്യമായ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് മിററിംഗ് എന്ന് പറയുന്ന ഒരു ആവശ്യമുള്ളൊരു ഗുണം. നിങ്ങളുടെ ജീവിതത്തിലും മിററിംഗ് ഉപയോഗിക്കുക. മറ്റുള്ളവരുടെ വിഷമത്തിലും മറ്റുള്ളവരുടെ സങ്കടത്തിലും മറ്റുള്ളവരുടെ ഓരോ കാര്യങ്ങളിലും നിങ്ങൾ ഇടപെടുന്നപ്പോൾ അവരെ പോലെ തന്നെ ആവാൻ ശ്രമിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകളെ നമ്മുടെ ബുദ്ധിമുട്ടുകളാണെന്ന് എടുക്കുന്ന രീതിയിലേക്ക് സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കാണാൻ പറ്റും. താങ്ക് യു വെരി മച്ച്.